ഇതുപോലെ നിങ്ങൾ നെയ്യ് ഉണ്ടാക്കിയിട്ട് വീട്ടിലെടുത്ത് വെക്കുവാണെങ്കിലോ കുട്ടികൾക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് ചോറിൻ്റെ ഒക്കെ കൂട്ടത്തിൽ ഒഴിച്ചു കൊടുക്കാം. അതുമാത്രമല്ലാണ്ട് കുട്ടികൾക്ക് നല്ല രീതിയിൽ ശരീരം ഉണ്ടാവാനൊക്കെ ആയിട്ടും വെയിറ്റ് വയ്ക്കാനൊക്കെ ആയിട്ട് നല്ല അടിപൊളി നെയ്യാണ് കേട്ടോ. സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കി എടുക്കാം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ നമ്മളിങ്ങനെ നെയ്യ് ഉണ്ടാക്കി എടുത്ത് വെക്കുവാണെങ്കിൽ കുട്ടികൾക്ക് ഇതുപോലെ കുറച്ച് ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ സാധാ ചോറ് കുറച്ചൊക്കെ ഉള്ളിയൊക്കെ ഇട്ട് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്ത് നോക്കിക്കേ. കുട്ടികൾക്ക് രക്തശുദ്ധിക്കൊക്കെ നല്ലതാണ്. ഇതാ ഇപ്പോൾ കർക്കിടക മാസമൊക്കെ അല്ലേ വരുന്നത്. അപ്പം ഇതുപോലെ നിങ്ങൾ നെയ്യൊക്കെ വെച്ചിട്ട് ഒന്ന് ചോറൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ നെയ്യ് ഇതുപോലെ നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാം കേട്ടോ. ഇത് നമ്മളിപ്പോൾ വീട്ടിലെ പാലൊക്കെ വാങ്ങുമ്പം നമ്മൾ ആ പാല് തിളപ്പിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കത്തില്ലേ. അപ്പോൾ ആ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുമ്പം ആ പാലിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഊറിൻ്റെ ആ ഒരു പാൽപ്പാട ഇങ്ങനെ മുകൾ ഭാഗത്ത് വരത്തില്ലേ. ആ പാൽപ്പാട നിങ്ങളിങ്ങനെ ഒരു തവി വെച്ചിട്ട് കോരിയിട്ട് ചെറിയൊരു ചോറ്റുപാത്രത്തിലേക്കോ അതിൽ ഇങ്ങനത്തെ ഒരു ചെറിയൊരു ബോക്സിലേക്കോ ആക്കിയിട്ട് നിങ്ങൾ ഫ്രീസറിൻ്റെ താഴെ തട്ടിലേക്ക് എടുത്ത് വയ്ക്കുക. നമുക്ക് എങ്ങനെ എടുത്ത് വയ്ക്കുവാണെങ്കിൽ ഏകദേശം ഒരു 4-5 മാസമൊക്കെ ഇരുന്നാൽ ആ പാൽപ്പാട കേടാവത്തില്ല കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നിങ്ങളെടുത്ത് സ്റ്റോർ ചെയ്യുവാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഒരുപാട് നെയ്യ് ഉണ്ടാക്കിയെടുക്കാം. അതല്ല നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന നെയ്യിൽ നിന്നും വീട്ടിലുണ്ടാക്കുന്ന നെയ്യിനൊക്കെ ആണെങ്കിൽ നല്ല മണമായിരിക്കും. അതുമല്ല നമുക്ക് നല്ല കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കുകയും ചെയ്യാം. പിന്നെ ഈ നെയ്യുണ്ടല്ലോ നമ്മൾ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഈ ഡ്രൈ സ്കിന്നും ചുണ്ടിലൊക്കെ ഇങ്ങനെ ഒരു ഡ്രൈനെസ് ഒക്കെ വരുമ്പം നമുക്ക് ചുണ്ടിൽ തേച്ച് കൊടുക്കാം. സ്കിന്നിലൊക്കെ കുട്ടികൾക്ക് തേച്ച് കൊടുക്കുകയാണെങ്കിലും ഒക്കെ ഉണ്ടല്ലോ സ്കിന്ന് നല്ല ഗ്ലോ ആവാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ. മുരിച്ചിലൊക്കെ മാറും. പിന്നെ ഈ നെയ്യ് നിങ്ങൾ ഇതുപോലെ നമുക്ക് കുറച്ച് ഉള്ളിയൊക്കെ ഉണ്ടാക്കി ചോറൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അതല്ലെങ്കിൽ പഴമൊക്കെ വരട്ടി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് പെട്ടെന്ന് വെയിറ്റ് വയ്ക്കും കേട്ടോ. ഇതുപോലെ നിങ്ങൾ പാൽപ്പാട എടുത്ത് സ്റ്റോർ ചെയ്ത് ഇതുപോലെ നമ്മൾ സാധാ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്കാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ നമുക്ക് എളുപ്പമാണ് കേട്ടോ. കാരണം അടി പിടിക്കത്തില്ല, കത്തി പിടിക്കത്തില്ല. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയത് പാത്രമാണ് കേട്ടോ. അപ്പം കാണിച്ചത് വേറെ ഒന്നുമല്ല. നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈറ്റ് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ട് സേവ് ചെയ്തിട്ടേക്കാം. അതായത് മൂടിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഇങ്ങനത്തെ ഒരു മൂടിയും അതുപോലെ ഒരു താഴെ നമ്മളിപ്പം നെയ്യുണ്ടാക്കുന്ന പാത്രവും ചെറിയല്ല വലിയൊരു അപ്പച്ചട്ടിയും പിന്നെ ഒരു ഫ്രൈ പാനും കൂടി ഉണ്ട്. 3 എണ്ണത്തിൻ്റെ കോംബോ ആട്ടോ. അപ്പം വേണമെങ്കിൽ താഴെ നോക്കിയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് കയറി സൈറ്റിൽ കയറിയിട്ട് വാങ്ങാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നമ്മൾ ആ ഒരു പാൽപ്പാട നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി ഇളക്കി കൊടുത്തു കഴിഞ്ഞപ്പം നമുക്ക് ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ആ പാലിൻ്റെ പാട കിടന്നത് ഇതുപോലെ ബ്രൗൺ കളറിലേക്ക് വരും. അപ്പോൾ ഇതുപോലെ ബ്രൗൺ കളറിലേക്ക് നല്ല മുരിഞ്ഞ് വന്നു കഴിയുമ്പം തീ അങ്ങോട്ട് ഓഫ് ചെയ്തോ കേട്ടോ. ഇതുപോലെ കിട്ടുവേ. എന്നിട്ട് നിങ്ങൾ തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ ഒരു അരിപ്പയിലേക്ക് നിങ്ങളിതിങ്ങനെ അരിച്ചെടുത്ത് എണ്ണ ഒഴിക്കുക കേട്ടോ. നല്ല ശുദ്ധമായിട്ടുള്ള നല്ല മണമുള്ള നെയ്യാണ് കേട്ടോ. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണേ. എന്നിട്ട് ഇതുപോലെ അരിച്ചെടുത്ത് ഒഴിച്ചിട്ട് ഇത് ഫുള്ളായിട്ട് നമ്മൾ ആ ഒരു മക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതിങ്ങനെ ഫുള്ളായിട്ട് കൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് കുറച്ചും കൂടി നെയ്യ് കൂർന്ന് ഇറങ്ങി വരും കേട്ടോ. എന്നിട്ട് ചൂടാറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ചില്ലിൻ്റെ കുപ്പിയിലേക്ക് എടുത്ത് ഒഴിച്ചിട്ട് നമുക്കത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. പിന്നെ നമ്മളിതുപോലെ 2-3 ചുവന്നുള്ളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കുനുകുന അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നെയ്യ് നമുക്ക് ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് ചെയ്യുമ്പോൾ നല്ല സെറ്റായിട്ട് മഞ്ഞ കളറിൽ അതിൻ്റെ ഒരു നെയ്യായിട്ട് കിട്ടും കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്ത് നിന്ന് കുറച്ച് നെയ്യും കൂടി നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ചുവന്നുള്ളിലേക്ക് ഇത്തിരി എടുത്ത് ഒഴിച്ചിട്ടുണ്ടല്ലോ. ഒരു നുള്ള മഞ്ഞളുടെ പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ അതിനകത്തേക്ക് നമ്മൾ സാധാ നമ്മൾ ചോറ് വയ്ക്കുന്ന ചോറില്ലേ, നമ്മൾ ഉച്ചയ്ക്കൊക്കെ വയ്ക്കുന്ന ചോറ് അത് നമ്മൾ ഇതുപോലെ ഇട്ടിട്ട് ഇളക്കിയിട്ട് നമ്മൾ ഒരു നുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ കൂട്ടി ഇളക്കിയിട്ട് കുട്ടികൾക്ക് സ്കൂളിലൊക്കെ വരുമ്പോൾ കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് പെട്ടെന്ന് വെയിറ്റ് വയ്ക്കാനൊക്കെ ആയിട്ട് നല്ലതാണ്. രക്തശുദ്ധിക്ക് നല്ലതാണ്. രക്തക്കുറവൊക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ ഇതിങ്ങനെ കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പണ്ടൊക്കെ പ്രസവിച്ച് കിടക്കുന്നൊക്കെ ടൈമിൽ അമ്മമാരുണ്ടാക്കി തരുന്ന ചോറായിരുന്നു അല്ലേ. അപ്പം ഇത് നമ്മൾ ഇങ്ങനെ കുട്ടികൾക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി റൈസാണ് കേട്ടോ. അപ്പോൾ കുട്ടികളെ വേണമെങ്കിൽ വൈകുന്നേരമൊക്കെ സ്കൂളിൽ വരുമ്പം വേണമെങ്കിൽ ഇങ്ങനെ കുറച്ചൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ ഒഴിവ് ദിവസങ്ങൾ പിള്ളേരൊക്കെ വീട്ടിലിരിക്കുമ്പം ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ കഴിച്ചോളൂ കേട്ടോ. പിന്നെ തീരെ പൊടി കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടുകളിലൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഈ നെയ്യ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, നിങ്ങൾ ആ നെയ്യിലേക്ക് ഉണ്ടല്ലോ കുറച്ച് വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് പെട്ടെന്ന് വെയിറ്റ് വയ്ക്കാൻ നല്ലതാണ് കേട്ടോ. പണ്ടൊക്കെ ഇങ്ങനെ ഡോക്ടേഴ്സൊക്കെ നമ്മൾ കുട്ടികൾക്ക് വെയിറ്റ് കുറവാണെന്ന് പറഞ്ഞ് നമ്മൾ ഡോക്ടറോട് ചെന്ന് പറയുമ്പോൾ ഡോക്ടർമാർ പറയും നെയ്യും വെളിച്ചെണ്ണയും കൂടി കുട്ടികൾക്ക് മിക്സ് ചെയ്തിട്ട് ചോറ് കൊടുക്കാൻ പറയും. അത് വേറെ ഒന്നുമായിട്ടില്ല, നമുക്ക് കുട്ടികൾക്ക് നല്ല രീതിയിൽ വണ്ണം കുറവും വെയിറ്റ് കുറവൊക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് തൂക്കം വെക്കാനായിട്ട് നല്ലതാണ് കേട്ടോ. അപ്പം ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ വേണമെങ്കിൽ ഒരു കുപ്പിയിലേക്ക് നിങ്ങൾ മാറ്റിയെടുത്ത് വെച്ചിട്ട് കുറച്ച് നെയ്യിൻ്റെ കൂട്ടത്തിലേക്ക് നിങ്ങൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നിങ്ങളതെടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് എളുപ്പമുണ്ടാകും. ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ചോറിൽ ഉള്ളിലേക്ക് കഴിഞ്ഞിട്ട് മൂപ്പിച്ച് കൊടുക്കാനായിട്ട് എളുപ്പമുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് കുറച്ച് നേരത്തേക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായി കേട്ടോ. അപ്പം ഇതുപോലെ നല്ല രീതിയിൽ സെറ്റായി നമ്മൾ ആ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിലും നിന്നും നല്ല മണത്തിലൊക്കെ ഉള്ള അടിപൊളിയായിട്ടുള്ള നല്ല നാച്ചുറലായിട്ടുള്ള എൻ്റെ നല്ലൊരു നറുനെയ്യ് കിട്ടിയിട്ടുണ്ട്. ഇത് സെറ്റായിട്ട് ഇരിക്കണോട്ട് തോണ്ടിയിട്ട് കിട്ടുന്നില്ല കേട്ടോ. ഇതുണ്ടല്ലോ നമുക്ക് ഈ കുട്ടികൾക്കൊക്കെ മുരിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ഈ നെയ്യ് നമ്മൾ ദേഹത്തൊക്കെ തൂത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ചുണ്ടത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ
തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ ചുണ്ടൊക്കെ ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ ആ ഡ്രൈനെസ്സൊക്കെ മാറാനൊക്കെ ആയിട്ട് നല്ലതാണ്. ചുണ്ട് വിണ്ട് കീറുന്ന കുട്ടികളൊക്കെ ഇല്ലേ, അവരുടെ കാര്യമായിട്ടാണ് പറഞ്ഞത്. പിന്നെ ഇച്ചിരി നമ്മൾ നക്കി ഇപ്പോൾ അകത്തോട്ട് പോയാലും കുഴപ്പമില്ല, നെയ്യല്ലേ. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കേ. അപ്പോൾ നല്ലൊരു വീണ്ടും കാണാവേ. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ടിപ്സിനും വീഡിയോസിനൊക്കെ ആയിട്ട് പേജ് ഫോളോ ചെയ്തവരാലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്തിട്ട് വെച്ചിട്ട് പോകാൻ മറക്കില്ല കേട്ടോ.